വാങ്ങിച്ചതല്ല. പിന്നെ പൊങ്കാലയല്ലേ, ഒരു പുണ്യപ്രവൃത്തി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്ന് മാർച്ച് 2026 മാർച്ച് 2-ാം തീയതിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ, ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പം നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ തൊട്ട് മാർച്ച് 4-ഓ 5-ഓ തൊട്ട് എനിക്കിപ്പോൾ ഒരു 92 kg വരും. ഞാൻ ഇപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് അത് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്ത ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പം ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഡയറ്റ് എന്നില്ല, ഡയറ്റിങ്, ഒരു ഹെൽത്തി ഡയറ്റിങ്. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഡയറ്റീഷ്യൻ കോഴ്സാണ്, പക്ഷേ അത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്ത് നോട്ട്സൊക്കെ കിട്ടിയതേ ഉള്ളൂ. അത് ഇപ്പോൾ ബോണ്, എല്ല്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഫുഡിനെ പറ്റി പഠിച്ചു തുടങ്ങിയിട്ടില്ല. അതല്ലാതെ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു രീതിയിൽ ഒരു ഡയറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി വൈകുന്നേരം ഫുഡ് നിർബന്ധമാണ്. കഴിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. പാതിരാത്രിയോ എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സോ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം വേറെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കണതിനും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ കഴിക്കുന്ന സമയം അല്ലെങ്കിൽ കഴിക്കാൻ നിർബന്ധമായിട്ട് ഫുഡ് കിട്ടണം എന്നുള്ളതൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെയും വൈകിട്ടും കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്നാണ്. വർക്കൗട്ട് ജിമ്മിൽ പോയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ നിർത്തി. എനിക്കത് അത്ര അങ്ങോട്ട് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. പോകണം, ജിമ്മിൽ പോയി തുടങ്ങണം, വെയിറ്റ് സ്റ്റക്ക് ആവുന്ന സമയത്ത് പോകണം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു വർഷത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടാൻ താല്പര്യമുള്ളവർ എൻ്റെ ഡയറ്റ് ഫോം തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടേതായ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ വണ്ണം കുറയ്ക്കാം, കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടാം. വണ്ണം ഒരുപാട് കൂട്ടണം നല്ലതല്ല. അത് വണ്ണം കൂടിയിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവൂ. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. നമുക്ക് മാർച്ച് 5-ാം തീയതി കണക്കാക്കി വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ബേക്കറി കഴിച്ചേ പറ്റുള്ളൂ. ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ബേക്കറി കഴിക്കണം, അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രാത്രി ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യാൻ പോണത്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, റഷ് ഒന്നുമില്ല, ഹറിബറിയായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുമില്ല. ഒരു 6 മാസം 1 വർഷം എടുത്ത് വെയിറ്റ് കുറച്ചാലും എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്താണ് കുറയ്ക്കാൻ പോണത്. അതേ നടക്കുകയുള്ളൂ. കാരണം നമുക്കിത് ഒരു ദിവസം കൊണ്ട് കൂടിയ വെയിറ്റ് അല്ല ഒരു ദിവസം കൊണ്ട് കുറയാൻ. വർഷങ്ങൾ കൊണ്ട് കൂടിയ വെയിറ്റ് മാസങ്ങളെടുത്ത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ദിവസങ്ങൾ കൊണ്ട് കുറയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങളൊന്ന് അറിയിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് ഇവിടെ കിടന്നോട്ടെ വീഡിയോ. അപ്പോൾ 92.7. അപ്പം നമുക്ക് നാളത്തെയും മറ്റന്നാളത്തെയും കൂടെയൊക്കെ നോക്കുമ്പോൾ 93 ആയിട്ട് കൂട്ടാം. 93 kg വെയിറ്റ് ലോസ് ചെയ്യുകയാണ്. ആദ്യം ഒരു 85 ആക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തും. അതുകൊണ്ട് ഇത് സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ ഹെൽത്തിന് സംസാരിക്കുമ്പോൾ ചെറിയ കിതപ്പുണ്ട്, പിന്നെ വണ്ണമുണ്ട്. അപ്പോൾ പടി കയറുമ്പോഴും ഒക്കെ കിതപ്പുണ്ടല്ലോ, വണ്ണം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മൊത്തത്തിൽ ഒന്ന് ഹെൽത്തി ആവാനും, പിന്നെ നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം, അടിച്ചു പൊളിച്ച് നടക്കാം. പിന്നെ ഞാൻ ഡയറ്റീഷ്യൻ കോഴ്സാണ് പഠിക്കുന്നത്. എനിക്ക് വണ്ണം ഉണ്ടെങ്കിൽ ആരും വന്ന് എൻ്റെ അടുത്ത് വെയിറ്റ് ലോസിന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് എനിക്കൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് വെയിറ്റ് ലോസിന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നെസസറി ആണ്, നീഡഡാണ്. അപ്പോൾ ഞാനത് ചെയ്യുവാണ്. ഒരു ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്കും എടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒരു മോട്ടിവേഷനായിട്ട് കിടന്നോട്ടെ.